ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. നല്ല അടിപൊളി മസാല ദോശ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ ക്യാരറ്റും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കുരുമുളക് നമ്മൾ മുഴുവനായിട്ടാണ് ഇട്ടേക്കുന്നത്, ഉണങ്ങിയ കുരുമുളകാണ്. ഇത് പൊട്ടിച്ച് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഇങ്ങനെ ഇടുന്നതാണ്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടുക. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അങ്ങ് ലൂസായിപ്പോവും. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു പേസ്റ്റായ പരുവത്തിലെടുക്കണം, അല്ലാതെ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അങ്ങനെ കിട്ടിയാൽ നമുക്ക് മസാല ദോശ കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശയ്ക്കുള്ള മാവാണ്. നമ്മൾ അരിയും ഉഴുന്നും റവയും കൂടെ കൂട്ടി അരച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ നമ്മുടെ പാനിനകത്തോട്ട് നല്ല രീതിയിൽ നെയ്യ് തേച്ച് വലിയതായിട്ട് പരത്തിയെടുക്കണം. ഇതിൻ്റെ അകം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മസാല വെച്ച് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം ഒന്ന് തിരിച്ച് വെക്കുക. ഒന്ന് തിരിച്ച് വെച്ചാൽ മാത്രം മതി. ഒരുപാട് നേരമൊന്നും വെച്ചൊന്ന് ചൂടൊന്നും ആക്കണം. ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടി തിരിച്ചൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് മല്ലിയിലൊക്കെ ഇട്ട സാമ്പാറും വെള്ളച്ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ച് നോക്കണം. കറക്റ്റ് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.